സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ പിയേഴ്സണിൽ നിന്ന് നമുക്ക് തുടരാം ഈ ചർച്ച. ഭരണ നേതൃത്വം തിരുത്തി, അത് പ്രശംസാർഹമാണ് എന്നതാണ് കഴിഞ്ഞ സർക്കാരുമായി താരതമ്യം ചെയ്ത് നാം ചർച്ച ചെയ്തത്. കാരണം ഒരു ഭരണ നേതൃത്വം തിരുത്തി മറ്റൊരു ഭരണ നേതൃത്വമായി ഇതിൻ്റെ പ്രവൃത്തികളെ താരതമ്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അങ്കടങ്ങിയ മന്ത്രിസഭയും അന്നത്തെ ഭരണകാലവും എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. ഇനി പാർട്ടി നേതൃത്വം തിരുത്തൽ നടപടികളിലേക്ക് പോവുകയാണ്. അതും ഉത്തരവാദപ്പെട്ടൊരു ജനാധിപത്യ പ്രക്രിയയാണ്. നിങ്ങളിൽ ഇത് രണ്ടും നടക്കുന്നില്ല സാർ. ഭരണ നേതൃത്വം തിരുത്തില്ല എന്ന് നിങ്ങളുടെ 5 വർഷം തെളിയിച്ചു. പാർട്ടി നേതൃത്വം തിരുത്തുമോ? ഇല്ല. ഇവിടെ ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാട്ടാം. എന്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അതുമില്ല. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? വീരഭദ്ര സിംഗ്. 2012 മുതൽ. ശരിയാണ്, അതികായനാണ്, 5-6 തവണ മുഖ്യമന്ത്രിയായി. അങ്ങനെ ഒരു ദിവസം നുള്ളിക്കളയാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിൻ്റെ നേതൃപാടവം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി ഈ പറയുന്ന അനധികൃത സമ്പാദ്യം കണ്ടെത്തുകയും കോടതി മുഖേന, അപ്പോൾ പിന്നെ BJP സർക്കാരിനെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ, അന്വേഷണം തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സസുഖം അതേ പദവിയിൽ വാഴുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഒന്നും തിരുത്താതെ ഒരു തെറ്റായ മാതൃകയെ എപ്പോഴും സജീവമായി നിലനിർത്തുകയല്ലേ നിങ്ങൾ? വേണു, അന്യോന്യം പരസ്പരം പോരടിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എതിർകക്ഷികൾ കൊണ്ടുവന്ന ഒരു ആക്ഷേപം മാത്രമായി നിൽക്കുക, ആ ആക്ഷേപത്തിന് നടപടിയെടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി അപ്രായോഗികമായി വരും. അതാണ് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ എനിക്കിഷ്ടമില്ല, എനിക്ക് ഈ ഗവൺമെൻറ്റിൽ ആരെക്കുറിച്ച് വേണമെങ്കിലും ആക്ഷേപം പറയരുതോ, അതനുസരിച്ച് അവർ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു ചർച്ചയിൽ കൊണ്ടുവരരുതോ? അതല്ല, ആ മാന്യതയ്ക്ക് കുറവ് നമ്മൾ ചെയ്യാറുമില്ല, അത് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കത്തുമില്ല. അതൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഒരു പ്രൂവൺ കേസ് അല്ലല്ലോ. ഇതിപ്പോൾ ജയരാജൻ്റെ കേസ്, ജയരാജൻ കുറ്റം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, കൺഫസ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് പുറത്ത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, അതിനേക്കാൾ കൂടുതൽ പിന്നെ വേറെ തെളിവെന്തിനാണ്? അപ്പോൾ ഒരു പിടിക്കപ്പെട്ട വ്യക്തി ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റായി എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെന്താ പോംവഴി? അപ്പോൾ നടപടിയല്ലാതെ മറ്റൊന്നും നടക്കില്ല. ആ നടപടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ ഒരു നടപടി എടുത്തല്ലോ, അതത്രയും സന്തോഷം. ഒരാളിനോട് രാജിവെക്കാൻ പറഞ്ഞല്ലോ, അതത്രയും സന്തോഷം. പക്ഷേ അതിനോടൊപ്പമുള്ള മറ്റ് പല കേസുകളുണ്ട്. ആ കേസുകളിൽ വേണ്ട വിധത്തിലുള്ള പ്രതികരണം കൂടി ഇതേ രൂപത്തിൽ തന്നെ വരണം. അല്ലെങ്കിൽ ജയരാജനോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഡിസ്ക്രിമിനേഷനായി നാളെ ചരിത്രം എഴുതുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള മറ്റ് ഇഷ്യൂസും ഇതുപോലുള്ള സമാന സാഹചര്യത്തിലെ ഇഷ്യൂസ്, അതിനും ഇതേ നടപടി തന്നെ അവരെടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവും തിരുത്തുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങ് പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് ഭരണതലത്തിൽ. ഇവിടെ ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നില്ലേ? അങ്ങേക്ക് സംശയമുണ്ടോ? ഇന്നിപ്പോൾ വിജിലൻസ് കോടതി ആവർത്തിച്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു സ്വകാര്യ ഹർജി? അതിൽ ഉത്തരോത്തരം പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അതിൽ അങ്ങേക്ക് പ്രതീക്ഷ വെച്ചുകൂടെ? അങ്ങ് ഉന്നയിക്കുന്ന കാതലായ വിഷയങ്ങളാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയോ ശ്രീ കെ സുരേന്ദ്രനോ ശ്രീ വി മുരളീധരനോ ചൂണ്ടിക്കാട്ടാത്ത കാര്യങ്ങൾ കൂടി അതിലുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് ആ സ്വകാര്യ ഹർജി കോടതിയിൽ പോയിരിക്കുന്നത്. അതിന്മേലുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. പിന്നെ ചീഫ് സെക്രട്ടറി അന്വേഷിക്കില്ലേ? ഇതിലെവിടെയെങ്കിലും യോഗ്യതകൾ മറികടന്നുകൊണ്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അതിലങ്ങ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ലേ? നിങ്ങളുടെ കാലത്ത് അയോഗ്യത പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണോ ആ സമയത്തുണ്ടായിരുന്ന ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്തു. അത്തരമൊരു നടപടി ഈ സർക്കാർ എടുത്തിട്ടില്ല. അതാണോ ഈ സർക്കാരിൻ്റെ പോരായ്മ, ശ്രീ തിരുവഞ്ചൂർ? എടുത്ത നടപടികളെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ആ നടപടികൾ ഭാഗികമായി പോയി എന്നുള്ളൊരു ആക്ഷേപം മാത്രമേ എനിക്കുള്ളൂ. അത് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിജിലൻസിൻ്റെ തലവൻ വേറൊരു വണ്ടിയിൽ കയറി മുഖ്യമന്ത്രിയെ കണ്ടു എന്നാണ് ഞാനൊരു മാധ്യമത്തിൽ കണ്ടത്. എനിക്ക് നേരിട്ടറിയാവുന്ന അങ്ങനെയാണെന്ന് വരികിൽ അതെന്തിനാ അങ്ങനെ ഒരു കൺസൾട്ടേഷന് പോയത്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ ഒരു നടപടി എടുക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ
അങ്ങനെ ഒരു സന്ദർശനത്തിന് പോയത് എന്തിനാണ്? മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഇതേവരെ നിഷേധിച്ചിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അത് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ എവിടുന്നോ ഡയറക്ഷൻ എടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് പുറത്ത് നിൽക്കുന്ന എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ധരിക്കാൻ കഴിയുക. ശരി, അത് പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. അതിന് CPM നേതൃത്വം മറുപടി പറയട്ടെ. ശ്രീ ആനത്തലവട്ടം ആനന്ദനും പറഞ്ഞതുപോലെ തന്നെ ഈ ചർച്ചയിൽ തത്സമയം ഇപ്പോൾ പങ്കുചേരുകയാണ്. ശ്രീ ആനത്തലവട്ടം, കുറേ കാര്യങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്ത ബോഡിയിലെ അംഗമാണ് അങ്ങ്. അതിലുള്ള അങ്ങയുടെ പ്രാഥമിക പ്രതികരണത്തിന് ശേഷം നമുക്ക് ഇപ്പോൾ ഈ ചർച്ച വികസിച്ച് നിൽക്കുന്ന തലത്തിൽ നിന്ന് ബാക്കി ചോദ്യങ്ങൾ നേരിടാം. ആദ്യമായി സെക്രട്ടേറിയറ്റിൻ്റെ ഈ തീരുമാനം എന്നത് എന്ത് സന്ദേശം നൽകാനായിരുന്നു? വഴിവിട്ട ഒരു കാര്യവും മന്ത്രിമാരായിട്ടുള്ളവർ ചെയ്യാൻ പാടില്ല. വേണ്ടത്ര അവധാനതയോടുകൂടി മാത്രമേ ഭരണം നടത്താവൂ. ബന്ധുക്കളെയോ മറ്റുള്ള ആൾക്കാർ, ഒരു മന്ത്രി തന്നെ തൻ്റെ ബന്ധുവിനെ യോഗ്യത ഉണ്ടെങ്കിൽ നിയമിക്കുകയൊക്കെ ചെയ്യാം. പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനുണ്ട്. ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ നിയമിക്കപ്പെട്ടു എന്നാണ്. അതൊരു അവധാനതയില്ലാതെ ചെയ്തതാണ്, വീണ്ടും വിചാരമില്ലാതെ ചെയ്തതാണ്. അത് തെറ്റാണ് എന്നാണ് പാർട്ടി കണ്ടെത്തിയത്. അത് മേലാൽ മറ്റൊരു മന്ത്രിമാരും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കറിയാമല്ലോ, എത്രയോ ബന്ധു നിയമനങ്ങൾ കഴിഞ്ഞ കാലം ഗവൺമെൻറ്റിലൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കുക. പക്ഷേ ആ ചെയ്തവർ വലിയ വിമർശനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇവിടെ 10 ദിവസത്തിനിടയിൽ തന്നെ ഇപ്പോൾ പറയുന്നത് 10 ദിവസം ഒരുപാട് വൈകിപ്പോയെന്നാണ്. 10 ദിവസം 1000 ദിവസം ഭരിച്ചവർ 1000 വർഷം കാലം വരെ കോടതിയും വിജിലൻസ് കോടതി ഉത്തരവും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടും ഇതൊക്കെ വന്നിട്ട് നടപടി സ്വീകരിക്കാത്തവരാണ് 10 ദിവസം കൊണ്ട്. തെറ്റ് ബോധ്യമായാൽ തിരുത്തുകയല്ലേ ഏത് കാര്യത്തിലും ചെയ്യുന്ന അഭികാമ്യമായ കാര്യം. തെറ്റ് ചെയ്താൽ അല്ല ശരിയാണെന്ന് പറഞ്ഞ് വാദിച്ച് നടക്കാമല്ലോ. ശരി, ഇവിടെ ജയരാജനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര നോട്ടപ്പിശ ജാഗ്രത കാണിച്ചില്ല. നോട്ടപ്പിശ സംഭവിച്ചിട്ടുണ്ട്, തെറ്റാണ് എന്ന് കണ്ട് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല, മാറ്റി നിർത്തി. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു നടപടി സ്വീകരിച്ച മറ്റേത് ഗവൺമെൻറ്റുണ്ട്? ആ നടപടി സ്വീകരിച്ച ഗവൺമെൻറ്റല്ലേ വിമർശിക്കാൻ നടക്കുന്നത്? പക്ഷേ ശ്രീ ആനത്തലവട്ടം കയ്യോടെ പിടിച്ചു എന്നാണ് പറയുന്നത്. എവിടെ കയ്യോടെ പിടിച്ച്? അതായത് എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. നിങ്ങളും അത് വിലയിരുത്തിയതിനു ശേഷം ആ തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ മാത്രമല്ല, ഈ സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇത് ശരിയാണെങ്കിൽ ഗൗരവമുള്ള വീഴ്ചയാണ് സംഭവിച്ചത്. അതാണ് സാർ ഞാൻ ചോദിച്ചത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വിലയിരുത്തി നിങ്ങൾ ഇതിലെ തെറ്റ് കണ്ടെത്തുന്നു. EP ജയരാജനും തെറ്റ് സമ്മതിക്കുന്നു. പിന്നെ മറ്റെന്ത് പോംവഴി? അല്ല, മറ്റെന്ത് പോംവഴി? അതല്ലേ ഇതിനുള്ള പോംവഴി. തെറ്റ് കാണിച്ചാൽ തെറ്റ് കാണിച്ച ആളെ രാജി അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പോംവഴിയും ഇല്ല എന്ന്. അല്ല, എത്ര കേസിലാണ് ഇതുപോലെ കണ്ടുപിടിച്ച് ഉദ്യോഗസ്ഥ നിയമനവും ബന്ധു നിയമനവും ഒക്കെ നടത്തിയിട്ട് ഇവിടെ രാജിവെക്കാതെ തുടർന്നു പോയത്? ആരോപണങ്ങളല്ല, വിജിലൻസിൻ്റെ ഉത്തരവ്, കോടതി ഉത്തരവിട്ട് രാജിവെക്കാത്ത മിടുക്കന്മാരല്ലേ. എന്നിട്ട് വന്നിരുന്നിട്ട് ഒരു കോടതിയും ഇപ്പോൾ വിജിലൻസ് കോടതി ഉത്തരവിട്ടില്ല. എൻക്വയറി നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ടൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെയാണ് ഇവരുടെ കാതലായ ചോദ്യം. മന്ത്രി തന്നെ തെറ്റ് സമ്മതിക്കുന്നു, നിങ്ങൾ തന്നെ അത് കണ്ടെത്തുകയും എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അതെ, രാഷ്ട്രീയ ഭരണതലത്തിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് തെറ്റ് പറ്റിയപ്പോൾ തിരുത്താൻ തയ്യാറായത്, തെറ്റ് സമ്മതിക്കാൻ തയ്യാറായത്. അത് പ്രധാനം. അങ്ങനെ വേണ്ട. തെറ്റ് പറ്റി തിരുത്തുന്നതാണോ ശരി, തെറ്റ് പറ്റിയിട്ടും ശരിയാണെന്ന് വാദിക്കുന്നതാണോ ശരി? അല്ല, അതൊക്കെ അംഗീകരിക്കുന്നു, പ്രശംസനീയം തന്നെയാണ് ആ നിലപാടുകൾ. ഒരു കാര്യം കൂടി, ശ്രീ EP എന്നത് ഏറ്റവും തലയെടുപ്പുള്ളൊരു നേതാവ്. ഈ മന്ത്രിസഭയിൽ തന്നെ രണ്ടാമനായി വിലയിരുത്തപ്പെടുന്നയാളാണ്. അതല്ലാതെ പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന കണ്ണൂർ ലോബിയുടെ തലയെടുപ്പുള്ള നേതാവ്, പിണറായി വിജയനെ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ആവിശ്രമം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എന്നൊക്കെയാണ് വിശേഷണങ്ങൾ. അങ്ങനെ ഒരാളെ ഒരു തെറ്റ് വരുമ്പോൾ ഇനി എത്ര വലിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഇല നുള്ളി എടുക്കുന്ന അതേ ലാഘവത്തോടെ എടുക്കുവാൻ എങ്ങനെയാണ് കഴിയുന്നത്? അതാണ് ഈ പാർട്ടി. ഇന്നലെ ഞാൻ നിങ്ങളുടെ ചർച്ച കേട്ടു, വേണു എന്നായിരുന്നു ഇന്നലെ അത് നയിച്ചതെന്നു. അതിൽ കോൺഗ്രസിന് നേതാവിരുന്ന് പറയുന്നതായിട്ട് ജയരാജൻ രാജിവെക്കാനൊന്നും പോകണില്ല, രാജിവെക്കാൻ സാധിക്കില്ല. ജയരാജനെ തൊടാൻ പിണറായി വിജയനും കോടിയേരിക്കും ഉമ്മണി പേടി വരും. ഇന്നലെയല്ലേ നടന്നത്? അതെ. ഇന്നെന്താ സംഭവിച്ചത്? ഇന്നെന്താ പറയാനുള്ളത്? ഏത് ഉന്നതനായാലും CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അകത്ത് തെറ്റ് കാണിച്ചാൽ അതിനകത്ത് നിലനിൽക്കാൻ സാധിക്കില്ല, നടപടി സ്വീകരിക്കും. ഇന്ന് ആ നേതാവ് ഏതെങ്കിലും ചർച്ചയിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, പക്ഷേ സാർ അവിടെ കാതലായ ഒരു ചോദ്യം വരുന്നത്, മുഖ്യമന്ത്രിയെ എന്തിന് വിജിലൻസ് ഡയറക്ടർ വിജിലൻസിൻ്റെ തന്നെ മറ്റൊരു വാഹനത്തിൽ പോയി കാണണം? വാഹനം ഏതോ ആകട്ടെ,
എന്തിനെ പോയി ആ കൂടിക്കാഴ്ച നടത്തണം? ചോദ്യം 1. 2, വിജിലൻസിന് സ്വമേധയാ പ്രഥമദൃഷ്ടിയാ തന്നെ തെളിവുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്താൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഏജൻസിക്കും കഴിയുമല്ലോ ഇതിലെ കാര്യങ്ങൾ കണ്ടെത്താൻ. അവർക്ക് ഒരു FIR എടുത്തതിന് തുടർ നടപടികളിലേക്ക് പോകാനുള്ള വൈമുഖ്യം എന്തുകൊണ്ടായിരുന്നു? ചോദ്യം 3, വിജിലൻസ് കോടതിയിൽ സ്വകാര്യ ഹർജി വന്നപ്പോൾ എന്തിന് 3 ദിവസത്തെ സാവകാശം വിജിലൻസിൻ്റെ അഭിഭാഷകൻ ചോദിച്ചു? സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ എന്ന് തേടിയപ്പോൾ അപ്പോൾ 3 ദിവസം തരാൻ കഴിയില്ല, നാളെ തന്നെ പറയണമെന്ന് പറഞ്ഞത് 1 ദിവസത്തിലേക്ക് ചുരുക്കിയത് കോടതിയാണ്. അപ്പോൾ 10 ദിവസത്തിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ ചില കണക്കുകൾ കോടതിയും പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നത് അങ്ങ് അംഗീകരിക്കണം. ഇല്ലല്ലോ, ഞാൻ ചോദിട്ടെ, ഈ പറഞ്ഞ കോടതി ഇപ്പോൾ അവധി ചോദിച്ച് വിധി പറഞ്ഞില്ലല്ലോ. വിധി പറഞ്ഞിട്ട് എന്തായി ഇവിടെ ആ താരതമ്യം വിട്. ഇതൊക്കെ അത് വിടുന്നുണ്ടല്ലോ. അപ്പൊ ഇവർക്കിത് പറയാൻ മറ്റേ ഞാൻ പറയട്ടെ, കേരളത്തെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ആ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥന് കാണാനുള്ള അവകാശമില്ലേ? ഏതെങ്കിലും ക്ലാരിറ്റിക്കോ സംശയ നിവാരണത്തിനോ കണ്ടുകൂടെ? അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്വാധീനിച്ച് ആ കേസിൽ എന്തെങ്കിലും തിരിമറി നടത്തിയാലല്ലേ ഇവർക്ക് ചോദ്യം ചെയ്യാൻ നോക്കൂ? ഈ കേരളത്തിന് മുഖ്യമന്ത്രിയുടെ കീഴിൽ സംസ്ഥാനത്തുള്ള ഏത് ഉദ്യോഗസ്ഥനും പ്രശ്നം മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും തീരുമാനമെടുക്കാതിരിക്കുന്നു. അതെ ഇപ്പൊ ഇന്നും ഉത്തരവിറങ്ങിയിട്ടില്ല നാം മനസ്സിലാക്കുന്ന പ്രകാരമാണ് എങ്കിൽ അവിടെയാണ് ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ സ്വഭാവം വിമർശിക്കപ്പെടുന്നത്. അത് ഉദ്യോഗസ്ഥനാണ് പറയേണ്ടത്. മാത്രവുമല്ല ഈ ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിയമോപദേശം കയ്യിൽ വെച്ചുകൊണ്ട് ലോകായുക്തയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ നാം വിജിലൻസ് ഈ വിഷയത്തിൽ ഇടപെടണോ? അങ്ങനെയല്ല, നാം ഇടപെടേണ്ട വിഷയം തന്നെയാണ്. എങ്കിലും നാം വിജിലൻസ് എന്ന നിലയിൽ ഇടപെടേണ്ടതുണ്ടോ? ഇങ്ങനെ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ചർച്ച. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ 2-2.5 മണിക്കൂർ വേണ്ടി വന്നു, ശരിയല്ലേ? വിജിലൻസ് ഡയറക്ടർക്ക് ഒരു തീരുമാനവും എടുക്കാതിരിക്കാനും ഏതാണ്ട് 2-2.5 മണിക്കൂർ വേണ്ടി വന്നു. നിങ്ങളുടെ ശക്തിയും അദ്ദേഹത്തിൻ്റെ നിസ്സഹായതയും ഒരേ തുലാസിലിട്ട് തൂക്കണം. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ സമയമാണ് നിങ്ങൾ പറയുന്നത്. കാലത്ത് 10 മണിക്ക് കൂടി 1 മണിക്ക് തരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിതിൻ്റെ നാനാവശങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്കൊരു താമസവും വന്നിട്ടില്ല. ഉദ്യോഗസ്ഥന് താമസം വരുന്നതിൻ്റെ കാര്യം അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് എന്നത്. അത് നമുക്കൊരു ബന്ധം കൊള്ളാമല്ല. പിന്നെ ഇവരിപ്പോൾ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥൻ അവിടെ പോയതിൽ കുറ്റം കാണുകയും ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തെ ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കേസല്ല. കാരണം അവിടെ കുറേ കേസ് അങ്ങയുടെ കയ്യിലിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു പേടിയില്ല. ഇപ്പം തന്നെ ഉത്തരവൊക്കെ അദ്ദേഹത്തിന് നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാം. ഞങ്ങളതിന് ആധാരമായ പ്രശ്നം വലിയ അഴിമതി എന്ന് പറഞ്ഞ് പെരുപ്പിച്ച് കാണിച്ച ഈ കേരളത്തെ മുഴുവൻ കട്ടുമുടിച്ച് നശിപ്പിച്ചവർക്കെതിരായ കേസുകൾ പോലെ ഇതുവരെ ഒരു കടവിൽ എത്തിയിട്ട്. ശരിയാണ്. നാം അതൊക്കെ വിമർശന വിധേയമാക്കിക്കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എനിക്ക് പിയേഴ്സൺ ചോദിച്ച ചില കാതലായ ചോദ്യങ്ങളിലും അങ്ങനെയുള്ള അഭിപ്രായം തേടേണ്ടതുണ്ട് റഹീമിൽ നിന്നും. അതിനു മുമ്പ് ശ്രീ വി മുരളീധരൻ ഒരു ഇടവേളയിലേക്ക് പോകണം. എനിക്കതിന് മുമ്പ് റഹീം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, നിങ്ങളുടെ കാലത്ത് ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള അഴിമതികൾ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുഖം തിരിച്ച് നിന്നത്, അതിനൊക്കെയുള്ള മറുപടി എന്താണ്? ഞാൻ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. അങ്ങ് രണ്ടാമതും BJP അധ്യക്ഷനായ ആളാണ്. എന്തുകൊണ്ടായി? കേന്ദ്ര നേതൃത്വത്തിൽ അതിനനുസരിച്ചുള്ള ഒരു അനുകൂല തീരുമാനം വന്നതിൻ്റെ ഭാഗമായി. ആർക്ക് വേണ്ടി അങ്ങനെ ഒരു അനുകൂല സാഹചര്യം വന്ന് ഗഡ്കരിക്ക് വേണ്ടി. പക്ഷെ ഗഡ്കരിക്ക് വീണ്ടും BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടായിരുന്നു? പൂർത്തി എന്ന അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലുള്ള സ്ഥാപനത്തിന് ഉള്ള നിരവധിയായ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നതുകൊണ്ട്. അത് യാദൃച്ഛികമായിരുന്നില്ല. അദ്ദേഹം മഹാരാഷ്ട്രയിൽ BJP ശിവസേന സർക്കാരിൻ്റെ കാലത്ത് PWD മന്ത്രിയായിരിക്കെ കൊടുത്ത കോൺട്രാക്റ്റുകളും അതിന് പ്രത്യുപകാരമായി കിട്ടിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും എല്ലാം ചേർന്ന് ഒരു മലവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ ഒഴുകിപ്പോയി ഗഡ്കരി. ഇപ്പോൾ അടിഞ്ഞത് കേന്ദ്രമന്ത്രിയായി. അപ്പോൾ എത്ര ഊറ്റത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങളൊരു വേറിട്ട പാർട്ടിയാണെന്ന്? ഇത് കുറേ കെട്ടുകഥകൾ പറഞ്ഞ് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ